ജില്ലയിലെ പ്രധാനപ്പെട്ട സ്ഥാപനങ്ങളാണ്. കണ്ണൂർ ജില്ലയിലെ പ്രധാനപ്പെട്ട സ്ഥാപനങ്ങൾ കുരുമുളക് ഗവേഷണ കേന്ദ്രം. കുരുമുളക് ഗവേഷണ കേന്ദ്രം പന്നിയൂരാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കുരുമുളക് ഗവേഷണ കേന്ദ്രം പന്നിയൂർ. പന്നിയൂർ താഴെ പറയുന്നതിൽ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് PSC ചോദിച്ചിട്ടുണ്ട്. അതോടൊപ്പം കുരുമുളക് ഗവേഷണ കേന്ദ്രം എവിടെയാണെന്ന് ചോദിച്ചിട്ടുണ്ട്. പന്നിയൂർ കേരളത്തിലെ കുരുമുളക് ഗവേഷണ കേന്ദ്രമാണ്. കേരള ഫോക്ലോർ അക്കാദമിയുടെ ആസ്ഥാനം ചിറക്കൽ. കേരള ഫോക്ലോർ അക്കാദമി എവിടെയാണ്? ചിറക്കൽ. ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് അക്കാദമി അഴീക്കൽ. കേരള ഫോക്ലോർ അക്കാദമി ചിറക്കൽ. ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് അക്കാദമി എവിടെയാണ്? അഴീക്കൽ. മലബാർ ക്യാൻസർ സെന്ററിന്റെ ആസ്ഥാനം കോടിയേരി. മലബാർ ക്യാൻസർ സെന്റർ കോടിയേരി. ഫസ്റ്റ് പറഞ്ഞ എന്താ? കേരള കുരുമുളക് ഗവേഷണ കേന്ദ്രം പന്നിയൂർ. കേരള ഫോക്ലോർ അക്കാദമി ചിറക്കൽ. ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് അക്കാദമി എവിടെയാണ്? അഴീക്കൽ. മലബാർ ക്യാൻസർ സെന്റർ കോടിയേരി. മറ്റെല്ലാം പർട്ടിക്കുലർ പ്ലേസ് പറയാനില്ല, കണ്ണൂർ എന്ന് മാത്രം പറഞ്ഞിട്ട് പഠിക്കാം. കേരള ദിനേശ് BD. കേരള ഹാൻഡ്ലൂം ഡെവലപ്മെന്റൽ കോർപ്പറേഷൻ. കേരള ദിനേശ് BD. കേരള ഹാൻഡ്ലൂം ഡെവലപ്മെന്റൽ കോർപ്പറേഷൻ. കേരള സ്റ്റേറ്റ് റബ്ബർ കോപ്പറേറ്റീവ് ലിമിറ്റഡ്. കരിമ്പ് ഗവേഷണ കേന്ദ്രം നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫാഷൻ ടെക്നോളജിയുടെ കേരളത്തിലെ ആസ്ഥാനം. അപ്പൊ കേരള ദിനേശ് BD, കേരള ഹാൻഡ്ലൂം ഡെവലപ്മെന്റൽ കോർപ്പറേഷൻ, കേരള സ്റ്റേറ്റ് റബ്ബർ കോപ്പറേറ്റീവ് ലിമിറ്റഡ്, കരിമ്പ് ഗവേഷണ കേന്ദ്രം, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫാഷൻ ടെക്നോളജിയുടെ കേരളത്തിലെ ആസ്ഥാനം എന്നിവ കണ്ണൂരാണ്. ഓക്കെ, അപ്പൊ ഇതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കേരള സ്റ്റേറ്റ് റബ്ബർ കോപ്പറേറ്റീവ് ലിമിറ്റഡ് PSC ചോദിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ആദ്യം പറഞ്ഞ മൂന്നാലിനൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതോടൊപ്പം ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഏത് ചോദിക്കുമെന്ന് പറയാൻ പറ്റില്ല, എല്ലാം പഠിക്കണം. എന്നാലും ചോദിച്ച് കണ്ടിട്ടുള്ളത് ഞാൻ പറഞ്ഞതാണ്. യെസ്. പിന്നെ കരിമ്പ് ഗവേഷണ കേന്ദ്രം അത് ഇവിടെ മാത്രമല്ല ഉള്ളത്, കേരളത്തിലെ മറ്റ് 2 ജില്ലകളിലും കൂടി ഉണ്ട്. പത്തനംതിട്ടയിലും ഉണ്ട്, പാലക്കാടും ഉണ്ട്. പത്തനംതിട്ട ജില്ലയിൽ തിരുവല്ലയിലാണ് കരിമ്പ് ഗവേഷണ കേന്ദ്രം. അതാണ് PSC കൂടുതൽ ചോദിക്കുന്നത്. ആ ഒരു ഓപ്ഷനാണ് കൂടുതൽ തരാറ്, തിരുവല്ല, പത്തനംതിട്ട. പിന്നെ അതുകൂടാതെ പാലക്കാട് ജില്ലയിലും മേനോൻപാറയിലുണ്ട്, കണ്ണൂർ ജില്ലയിലും കരിമ്പ് ഗവേഷണ കേന്ദ്രമുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട സ്ഥാപനങ്ങൾ. ഒന്നുകൂടെ പറയാം. കുരുമുളക് ഗവേഷണ കേന്ദ്രം എവിടെയാണ്? പന്നിയൂർ. കേരള ഫോക്ലോർ അക്കാദമി ചിറക്കൽ. ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് അക്കാദമി അഴീക്കൽ. മലബാർ ക്യാൻസർ സെന്റർ കോടിയേരി. കേരള ദിനേശ് BD, കേരള ഹാൻഡ്ലൂം ഡെവലപ്മെന്റ് കോർപ്പറേഷൻ, കേരള സ്റ്റേറ്റ് റബ്ബർ കോപ്പറേറ്റീവ് ലിമിറ്റഡ്, കരിമ്പ് ഗവേഷണ കേന്ദ്രം, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫാഷൻ ടെക്നോളജിയുടെ കേരളത്തിലെ ആസ്ഥാനം എന്നിവ കണ്ണൂരാണ്. അടുത്തത് നോക്കിയാലോ. അടുത്തത് കണ്ണൂർ ജില്ലയിലെ പ്രധാനപ്പെട്ട വ്യക്തികളാണ്. അതിൽ പ്രധാനപ്പെട്ട വ്യക്തികൾ വാഗ്ബിടാനന്ദം വരുന്നുണ്ട്, AKG വരുന്നുണ്ട്. SR നമുക്ക് വേറെ ടോപ്പിക്കായിട്ട് പഠിക്കാം. ഇപ്പം ഞാൻ 1-2 സെന്റൻസിൽ നമുക്ക് പറയാവുന്ന, എന്നാൽ PSC ചോദിക്കാറുള്ള കുറച്ച് പോയിന്റുകളാണ് പറയുന്നത്. നിങ്ങൾക്ക് കേൾക്കുമ്പോൾ മനസ്സിലാവും. മട്ടന്നൂർ ശങ്കരൻകുട്ടി അല്ലേ? മട്ടന്നൂർ ശങ്കരൻകുട്ടി ഏതു വാദ്യോപകരണവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? മട്ടന്നൂർ ശങ്കരൻകുട്ടി ഏതു വാദ്യോപകരണവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? തായമ്പക വിദ്വാനാണ്. ഇത്തരം ക്വസ്റ്റ്യൻസ് കണ്ടിട്ടില്ലേ? PSC എക്സാം എഴുതിയവരെ കണ്ടിട്ടുണ്ടാവും. മട്ടന്നൂർ ശങ്കരൻകുട്ടി തായമ്പക വിദ്വാനാണ്. നെക്സ്റ്റ് MR നായർ. MR നായരെ കുറിച്ച് ചോദിക്കാവുന്ന ഒരു പോയിന്റ്, സഞ്ജയൻ എന്ന തൂലികാ നാമത്തിൽ അറിയപ്പെടുന്ന വ്യക്തി MR നായരാണ്. സഞ്ജയൻ എന്ന തൂലികാ നാമത്തിൽ അറിയപ്പെടുന്ന വ്യക്തിയാണ് MR നായർ. അടുത്തത് MD വത്സമ്മ. ഏഷ്യൻ ഗെയിംസിൽ സ്വർണ്ണ മെഡൽ നേടിയ ആദ്യ മലയാളി കായിക താരമാണ് MD വത്സമ്മ. ഏഷ്യൻ ഗെയിംസിൽ സ്വർണ്ണ മെഡൽ നേടിയ ആദ്യ മലയാളി കായിക താരമാരാണ്? MD വത്സമ്മ. അടുത്തത് CK ലക്ഷ്മൺ. CK ലക്ഷ്മൺ ഒളിമ്പിക്സിൽ പങ്കെടുത്ത ആദ്യ മലയാളിയാണ്. CK ലക്ഷ്മൺ. 1924 പാരീസ് ഒളിമ്പിക്സിലാണ് അദ്ദേഹം പങ്കെടുത്തത്. മട്ടന്നൂർ ശങ്കരൻകുട്ടി തായമ്പക വിദ്വാനാണ്. MR നായർ സഞ്ജയൻ എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്നു. MD വത്സമ്മ ഏഷ്യൻ ഗെയിംസിൽ സ്വർണ്ണ മെഡൽ നേടിയ ആദ്യ മലയാളി കായിക താരമാണ്. CK ലക്ഷ്മൺ ഒളിമ്പിക്സിൽ പങ്കെടുത്ത ആദ്യ മലയാളിയാണ്. 1924 പാരീസ് ഒളിമ്പിക്സിലാണ് പങ്കെടുത്തത്. നെക്സ്റ്റ് O ചന്തുമേനോൻ. എല്ലാവരും കേട്ടിട്ടുണ്ടാവും അല്ലേ? O ചന്തുമേനോൻ. ഇന്ദുലേഖ എന്നപ്പോഴേ ഓർമ്മ വരുന്നുണ്ടാവും പേര് കേൾക്കുമ്പോൾ. അപ്പൊ എന്താണ് ഇന്ദുലേഖയുടെ പ്രാധാന്യം? മലയാളത്തിലെ ആദ്യത്തെ ലക്ഷണമൊത്ത നോവലാണ് ഇന്ദുലേഖ. മലയാളത്തിലെ ആദ്യ ലക്ഷണമൊത്ത നോവൽ ഏതാണ്? ഇന്ദുലേഖ. ഇന്ദുലേഖയുടെ രചയിതാവാരാണ്? ചന്തുമേനോനാണ്. ഓക്കെ. അദ്ദേഹത്തിന്റെ അപൂർണ കൃതിയാണ് ശാരദ. ശാരദ പൂർത്തിയാക്കിയ വ്യക്തിയാണ് അന്തപ്പായി. അപ്പോൾ എന്താണ് O ചന്തുമേനോനെ കുറിച്ചിട്ട്? മലയാളത്തിലെ ആദ്യ ലക്ഷണമൊത്ത നോവലായ ഇന്ദുലേഖയുടെ രചയിതാവാണ് ചന്തുമേനോൻ. അപ്പോൾ ഈ ചന്തുമേനോൻ ഇന്ദുലേഖ ഇത് എല്ലാവർക്കും ഫെമിലിയർ ആണെങ്കിൽ അത്ര ഇമ്പോർട്ടൻ്റ് ആണ് PSCയെ സംബന്ധിച്ചിട്ടോ. ആദ്യ ലക്ഷണമൊത്ത നോവലൊക്കെ ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ളതാണ് ഇന്ദുലേഖയാണ്. ഓക്കെ. അദ്ദേഹത്തിന്റെ അപൂർണ നോവൽ ഏതാ? ശാരദ പൂർത്തിയാക്കിയതാണ് C അന്തപ്പായിയാണ്. അപ്പം അന്തപ്പായിയാണ് പൂർത്തിയാക്കിയത്. അപ്പോൾ ഇത്രയും ഫേമസ് ആയിട്ട് ഒരാളുടെ കൃതി പൂർത്തിയാക്കാനായിട്ട്
പറ്റുമോ എന്ന് ഒരാളോട് ചോദിച്ചപ്പോൾ അദ്ദേഹം അന്തം വിട്ടു നിന്നു എന്ന് ആലോചിച്ചാൽ മതി. അപ്പോൾ നമുക്ക് അന്തപ്പായന ഓർമ്മ വരും. ഓക്കെ, അപ്പോൾ മലയാളത്തിലെ ആദ്യത്തെ ലക്ഷണമൊത്ത നോവലായ ഇന്ദുലേഖയുടെ രചയിതാവ് ചന്തുമേനോൻ എഴുതിയ ശാരദ പൂർത്തിയാക്കാൻ പറ്റുമോ എന്നൊരു വ്യക്തിയോട് ചോദിച്ചപ്പോൾ അദ്ദേഹം അന്തം വിട്ടു നിന്നു. എന്തായി? അദ്ദേഹം അന്തപ്പായി. അതുകൊണ്ട് അന്തപ്പായി എന്നല്ല, ആ ഓർമ്മ വരാൻ വേണ്ടി പറഞ്ഞതാണ് കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് വേങ്ങയിൽ കുഞ്ഞിരാമൻ നായനാർ. വേങ്ങയിൽ കുഞ്ഞിരാമൻ നായനാർ മലയാളത്തിലെ ആദ്യ ചെറുകഥയായ വാസനാവികൃതിയുടെ രചയിതാവാണ് വേങ്ങയിൽ കുഞ്ഞിരാമൻ നായനാർ. വാസനാവികൃതി മലയാളത്തിലെ ആദ്യ ചെറുകഥ ഏതാ? വാസനാവികൃതി. ഇതിന്റെ രചയിതാവാരാണ്? വേങ്ങയിൽ കുഞ്ഞിരാമൻ നായനാർ. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ പുറത്തിറങ്ങിയ പ്രസിദ്ധീകരണങ്ങളാണ് വിദ്യാവിനോദിനിയും കേരള സഞ്ചാരിയും. വിദ്യാവിനോദിനി, കേരള സഞ്ചാരിയൊക്കെ വേങ്ങയിൽ കുഞ്ഞിരാമൻ നായനാരുടെ നേതൃത്വത്തിലുള്ള പ്രസിദ്ധീകരണങ്ങളാണ്. അപ്പോൾ മലയാളത്തിലെ ആദ്യ ചെറുകഥയായ, വളരെ ഇമ്പോർട്ടൻറ്റ്, വാസനാവികൃതിയുടെ രചയിതാവ് വേങ്ങയിൽ കുഞ്ഞിരാമൻ നായനാരാണ്. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ പുറത്തിറങ്ങിയ മാസികകളാണ് വിദ്യാവിനോദിനിയും കേരള സഞ്ചാരിയും. ഇദ്ദേഹം അറിയപ്പെടുന്ന കുറച്ച് പേരുകളുണ്ട്. വജ്രസൂചി, വജ്രബാഹു, കേസരി എന്നിങ്ങനെ പേരുകളിൽ അറിയപ്പെടുന്ന വ്യക്തിയാണ് വേങ്ങയിൽ കുഞ്ഞിരാമൻ നായനാർ. വജ്രസൂചി, വജ്രബാഹു, കേസരി എന്നീ തൂലികാനാമങ്ങളുള്ള വ്യക്തിയാണ് വേങ്ങയിൽ കുഞ്ഞിരാമൻ നായനാർ. നെക്സ്റ്റ് കല്ലേൽ പൊക്കുടൻ. കല്ലേൽ പൊക്കുടൻ കണ്ടൽ വനങ്ങളുടെ സംരക്ഷണവുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ് കല്ലേൽ പൊക്കുടൻ. അദ്ദേഹത്തിന്റെ ആത്മകഥയാണ് കണ്ടൽ കാടുകൾക്കിടയിലെ എന്റെ ജീവിതം. അപ്പോൾ കല്ലേൽ പൊക്കുടൻ ചോദിച്ചിട്ടുള്ളതാണ് PSC. കണ്ടൽ വനങ്ങളുടെ സംരക്ഷണവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ച വ്യക്തിയാണ് കല്ലേൽ പൊക്കുടൻ. അദ്ദേഹത്തിന്റെ ആത്മകഥ എന്താണ്? കണ്ടൽ കാടുകൾക്കിടയിലെ എന്റെ ജീവിതം. അദ്ദേഹത്തിന്റെ മറ്റൊരു കൃതി കൂടിയുണ്ട്, ചുട്ടാച്ചി. ചുട്ടാച്ചി എന്ന കൃതിയുടെ രചയിതാവും കൂടിയാണ് കല്ലേൽ പൊക്കുടൻ. അപ്പോൾ കണ്ടൽ കാടുകൾക്കിടയിലെ എന്റെ ജീവിതം, ചുട്ടാച്ചി എന്നീ കൃതികളുടെ രചയിതാവാണ് കല്ലേൽ പൊക്കുടൻ. സുകുമാർ അഴീക്കോട് എല്ലാവർക്കും അറിയാവുന്ന വ്യക്തിയാണ്. അദ്ദേഹത്തിന്റെ ആത്മകഥയാണ് തത്വമസി. സുകുമാർ അഴീക്കോടിന്റെ ആത്മകഥയാണ് തത്വമസി. ഇപ്പം ഇത്രയും പോയിന്റുകളാണ് ഇവിടെ പറയുന്നത്. നോക്കിയൊക്കെ, മട്ടന്നൂർ ശങ്കരൻകുട്ടി തായമ്പക വിദ്വാൻ. MR നായർ സഞ്ജയൻ എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്നു. MD വത്സമ ഏഷ്യൻ ഗെയിംസിൽ സ്വർണ്ണ മെഡൽ നേടിയ ആദ്യ മലയാളി കായിക താരമാണ്. CK ലക്ഷ്മൺ ഒളിമ്പിക്സിൽ പങ്കെടുത്ത ആദ്യ മലയാളി. 1924 പാരീസ് ഒളിമ്പിക്സ്. ചന്തുമേനോൻ മലയാളത്തിലെ ലക്ഷണമൊത്ത നോവലായ ഇന്ദുലേഖയുടെ രചയിതാവാണ്. അദ്ദേഹത്തിന്റെ അപൂർണ നോവലാണ് ശാരദ. അത് പൂർത്തിയാക്കിയത് അന്തപ്പായി. വേങ്ങയിൽ കുഞ്ഞിരാമൻ നായനാർ മലയാളത്തിലെ ആദ്യ ചെറുകഥയായ വാസനാവികൃതിയുടെ രചയിതാവാണ്. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ പുറത്തിറങ്ങിയ മാസികകളാണ് വിദ്യാവിനോദിനിയും കേരള സഞ്ചാരിയും. അദ്ദേഹത്തിനുള്ള തൂലികാനാമങ്ങൾ വജ്രസൂചി, വജ്രബാഹു, കേസരി. കല്ലേൽ പൊക്കുടൻ കണ്ടൽ കാടുകളുടെ സംരക്ഷണവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ച വ്യക്തിയാണ്. കണ്ടൽ കാടുകൾക്കിടയിലെ എന്റെ ജീവിതം, ചുട്ടാച്ചി എന്ന കൃതികളുടെ രചയിതാവാണ്. കണ്ടൽ കാടുകൾക്കിടയിലെ എന്റെ ജീവിതം എന്നത് അദ്ദേഹത്തിന്റെ ആത്മകഥയാണ്. സുകുമാർ അഴീക്കോടിന്റെ ആത്മകഥയാണ് തത്വമസി. ഒരു പോയിന്റ് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. മങ്ങാട്ടിടം മികച്ച പഞ്ചായത്തിന് നൽകുന്ന അവാർഡ് എന്താണ്? സ്വരാജ് ട്രോഫി. അത് 2 തവണ ലഭിച്ച ആദ്യ പഞ്ചായത്താണ് മാങ്ങാട്ടിടം. അപ്പോൾ കണ്ണൂർ ജില്ലയിലെ മാങ്ങാട്ടിടം പഞ്ചായത്തിനാണിത് മികച്ച ഗ്രാമപഞ്ചായത്തിനുള്ള സ്വരാജ് ട്രോഫി 2 തവണ ലഭിച്ച് ആദ്യമായിട്ട് ലഭിച്ച പഞ്ചായത്താണ് മാങ്ങാട്ടിടം. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത പോയിന്റുകൾ നോക്കാം. അടുത്തത് കണ്ണൂർ ജില്ലയിലെ പ്രധാനപ്പെട്ട ആകർഷണ കേന്ദ്രങ്ങൾ. നമ്മൾ കാസർഗോഡ് പഠിച്ചപ്പോൾ അവിടെ ഒരു ആകർഷണ കേന്ദ്രങ്ങൾ പഠിച്ചില്ലേ? ചോദിക്കാവുന്നതാണ്. മലകൾ, വെള്ളച്ചാട്ടങ്ങൾ, അല്ലെങ്കിൽ എന്തെങ്കിലും കുന്നുകൾ, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് എന്തെങ്കിലും ചോദിക്കും. ഓക്കെ, പിന്നെ വന്യജീവി സങ്കേതം, പക്ഷി സങ്കേതം ഒക്കെ ചോദിക്കും. അത് നമുക്ക് നോക്കാം. പൈതൽമല, പുരളിമല, അളകാപുരി വെള്ളച്ചാട്ടം. പൈതൽമല, പുരളിമല, അളകാപുരി വെള്ളച്ചാട്ടം. പുരളിമലയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. മീൻകുന്ന് കടപ്പുറം, കവായി ദ്വീപ് എന്നിവയൊക്കെ എവിടെയാണ്? കണ്ണൂർ ജില്ലയിലാണ്. പൈതൽമല, പുരളിമല, അളകാപുരി വെള്ളച്ചാട്ടം, മീൻകുന്ന് കടപ്പുറം, കവായി ദ്വീപ് എന്നിവയൊക്കെ കണ്ണൂർ ജില്ലയിലെ പ്രധാനപ്പെട്ട ആകർഷണ കേന്ദ്രങ്ങളാണ്. കണ്ണൂർ ജില്ലയിലെ പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളൊന്ന് നോക്കാം. തിരുവങ്ങാട് ശ്രീരാമക്ഷേത്രം, തിരുവങ്ങാട് ശ്രീരാമസ്വാമി ക്ഷേത്രം. ബ്രാസ് പഗോഡ എന്നറിയപ്പെടുന്നത് തിരുവങ്ങാട് ശ്രീരാമസ്വാമി ക്ഷേത്രമാണ്. തളിപ്പറമ്പ് രാജരാജേശ്വരി ക്ഷേത്രം അറിയപ്പെടുന്നത് കേരള കൈലാസം എന്നറിയപ്പെടുന്നത് തളിപ്പറമ്പ് രാജരാജേശ്വരി ക്ഷേത്രമാണ്. കേരളത്തിലെ ഏക ബലരാമ ക്ഷേത്രമാണ് മാളൂർ ബലരാമ ക്ഷേത്രം. അപ്പൊ ഈ എല്ലാ ക്ഷേത്രങ്ങളും ഒരു ഇമ്പോർട്ടൻസ് ഉണ്ട്. എന്താണ്? ബ്രാസ് പഗോഡ എന്നറിയപ്പെടുന്നത് തിരുവങ്ങാട് ശ്രീരാമസ്വാമി ക്ഷേത്രം. കേരള കൈലാസം എന്നറിയപ്പെടുന്നത് തളിപ്പറമ്പ് രാജരാജേശ്വരി ക്ഷേത്രം. കേരളത്തിലെ ഏക ബലരാമ ക്ഷേത്രമാണ് മാളൂർ ബലരാമ ക്ഷേത്രം. അപ്പോൾ നമ്മൾ ഇത്രയും പോയിന്റുകൾ നോക്കി. പൈതൽമല, പുരളിമല, അളകാപുരി വെള്ളച്ചാട്ടം, മീൻകുന്ന് കടപ്പുറം, കവായി ദ്വീപ്. തിരുവങ്ങാട് ശ്രീരാമക്ഷേത്രം എന്താണ്? ബ്രാസ് പഗോഡ.
തളിപ്പറമ്പ് രാജരാജേശ്വരി ക്ഷേത്രം കേരള കൈലാസം. മഴൂർ ബലരാമ ക്ഷേത്രം കേരളത്തിലെ ഏക ബലരാമ ക്ഷേത്രം. കേരളത്തിലെ ഏക തടാക ക്ഷേത്രം എവിടെയാണ്? കാസർഗോഡ് ജില്ലയിലാണ് അനന്തപുരം തടാക ക്ഷേത്രം. പഠിച്ചില്ലേ നമ്മൾ? ഇപ്പൊ കേരളത്തിലെ ഏക ബലരാമ ക്ഷേത്രം പഠിച്ചു, മാഴൂർ ബലരാമ ക്ഷേത്രം. ദെൻ ഈ തളിപ്പറമ്പ് രാജരാജേശ്വരി ക്ഷേത്രത്തിന് ഒരു ഇമ്പോർട്ടൻസ് ഉണ്ട്. കൊടിമരമില്ല എന്ന പ്രത്യേകതയുള്ള കോലത്തു നാട്ടിലെ ആ കോലത്തിരിമാരുടെ കുടുംബക്ഷേത്രം അറിയപ്പെടുന്നതാണ് തളിപ്പറമ്പ് രാജേശ്വരി ക്ഷേത്രം. അപ്പോൾ കൊടിമരമില്ല എന്ന പ്രത്യേകതയാണ് അവിടെ ഉള്ളത്. അപ്പോൾ നമ്മൾ ബ്രാസ് പഗോഡ തിരുവങ്ങാട് ശ്രീരാമസ്വാമി ക്ഷേത്രം എന്ന് പഠിച്ചില്ലേ? അപ്പോൾ നമുക്ക് പഗോഡകൾ കൺഫ്യൂസിങ് ഫാക്ട്സ് ആണ്, നമുക്കൊന്ന് ക്ലിയർ ചെയ്ത് പോവാം. വൈറ്റ് പഗോഡ എന്നറിയപ്പെടുന്നത് ഒഡീഷയിലെ ജഗന്നാഥ ക്ഷേത്രം. വൈറ്റ് പഗോഡ ഏതാണ്? ഒഡീഷയിലെ ജഗന്നാഥ ക്ഷേത്രം. ബ്ലാക്ക് പഗോഡ എന്നറിയപ്പെടുന്ന ഒഡീഷയിൽ തന്നെയാണ് കൊണാർക്ക് സൂര്യക്ഷേത്രം. അപ്പോൾ ബ്ലാക്ക് പഗോഡ ഒഡീഷയിലെ കൊണാർക്ക് സൂര്യക്ഷേത്രം, വൈറ്റ് പഗോഡ ഒഡീഷയിലെ ജഗന്നാഥ ക്ഷേത്രം. ബ്രാസ് പഗോഡ നമ്മളിവിടെ പഠിച്ചു, തിരുവങ്ങാട് ശ്രീരാമസ്വാമി ക്ഷേത്രം. മ്യൂറൽ പഗോഡ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം തിരുവനന്തപുരം. മ്യൂറൽ പഗോഡ ഏതാണ്? ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം തിരുവനന്തപുരം. 7 പഗോഡകളുടെ നാട് മഹാബലിപുരം. 7 പഗോഡകളുടെ നാട് മഹാബലിപുരം. യെസ്. അപ്പോൾ വൈറ്റ് പഗോഡ എന്നറിയപ്പെടുന്നത് ഒഡീഷയിലെ ജഗന്നാഥ ക്ഷേത്രം, ബ്ലാക്ക് പഗോഡ കൊണാർക്ക് സൂര്യക്ഷേത്രം, മ്യൂറൽ പഗോഡ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം തിരുവനന്തപുരം. 7 പഗോഡകളുടെ നാട് ഏതാണ്? മഹാബലിപുരം. ബ്രാസ് പഗോഡ തിരുവങ്ങാട് ശ്രീരാമസ്വാമി ക്ഷേത്രം. ഇനി അടുത്തത് നോക്കാം. നമ്മുടെ കണ്ണൂർ ജില്ലയുടെ പോയിന്റുകളെല്ലാം കഴിഞ്ഞു. നമുക്ക് 2 റിവോൾട്ടുകൾ പഠിക്കും. അപ്പോൾ നമ്മൾ ഫസ്റ്റ് കാസർഗോഡ് ജില്ല എടുത്തു, അതിനുശേഷം കുറച്ച് റിവോൾട്ട് പഠിച്ചു, പിന്നെ കോൺസ്റ്റിറ്റ്യൂഷനിലേക്ക് പോയി. ഇപ്പോൾ കണ്ണൂർ ജില്ലയാണ് എടുക്കുന്നത്. കണ്ണൂർ ജില്ല എടുത്തു കഴിഞ്ഞു. കണ്ണൂർ ജില്ലയുടെ ഒരുവിധം ഓൾമോസ്റ്റ് ഓൾ പോയിന്റ് കവർ ചെയ്തിട്ടുണ്ട്. ഇനി എക്സ്ട്രാ പോയിന്റ്സ് കിട്ടുകയാണെങ്കിൽ എല്ലാവരും ഷെയർ ചെയ്യാം. ഓക്കെ. അപ്പോൾ നമുക്ക് ഇനി അടുത്ത നമുക്കൊരു 2 റിവോൾട്ട് നോക്കാം. ഓക്കെ. അടുത്തത് ശുചീന്ദ്രം സത്യാഗ്രഹം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ റിവോൾട്ടുകളൊക്കെ പഠിക്കുന്ന ഒരു ചെറിയ റിവോൾട്ട് പഠിച്ചില്ലേ? പൗരസ്വാമിത്വ പ്രക്ഷോഭം. അതുപോലെ തന്നെ വളരെ കുറച്ചുള്ളൂ പഠിക്കാനായിട്ട്. ശുചീന്ദ്രം സത്യാഗ്രഹം ഇത് ദക്ഷിണ തിരുവിതാംകൂറിൽ നടന്നൊരു സമരമാണ്. അത് സഞ്ചാര സ്വാതന്ത്ര്യത്തിനായിട്ട്, വൈക്കം സത്യാഗ്രഹത്തിന് ശേഷം സഞ്ചാര സ്വാതന്ത്ര്യത്തിനായിട്ട് ദക്ഷിണ തിരുവിതാംകൂറിൽ നടന്ന സമരമാണ് ശുചീന്ദ്രം സത്യാഗ്രഹം. ഇത് 1926 ഫെബ്രുവരി 19 സ്റ്റാർട്ട് ചെയ്തത്. ശുചീന്ദ്രം ക്ഷേത്രത്തിന് സമീപമുള്ള പൊതുവഴിയിലൂടെ അവർക്ക് സഞ്ചാര സ്വാതന്ത്ര്യം ലഭിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സമരമായിരുന്നു. അപ്പോൾ വൈക്കം സത്യാഗ്രഹത്തിന് ശേഷം ദക്ഷിണ തിരുവിതാംകൂറിൽ സഞ്ചാര സ്വാതന്ത്ര്യത്തിനായിട്ട് നടന്ന സമരമാണ് ശുചീന്ദ്രം സത്യാഗ്രഹം. 1926 ഫെബ്രുവരി 19 ഇത് സ്റ്റാർട്ട് ചെയ്തത്. ഇതിൻ്റെ പ്രധാനപ്പെട്ട നേതാക്കൾ എം.ഇ. നായിഡു, എച്ച്. പെരുമാൾ പണിക്കർ, പി.സി. താണുമലയ പെരുമാൾ ഗാന്ധിദാസ്. എം.ഇ. നായിഡു, എച്ച്. പെരുമാൾ പണിക്കർ, താണുമലയ പെരുമാൾ ഗാന്ധിദാസ് എന്നിവരായിരുന്നു പ്രധാനപ്പെട്ട ലീഡേഴ്സ്. ഇതിൻ്റെ സെക്രട്ടറി എം.ഇ. നായിഡു ആയിരുന്നു. അപ്പോൾ എന്തൊക്കെയാണ് പറഞ്ഞത്? ശുചീന്ദ്രം സത്യാഗ്രഹത്തെ കുറിച്ച് ഇത് ഏത് വർഷം നടന്നത്? 1926 നടന്നത്. എന്തിനു വേണ്ടിയിട്ടാണ്? ശുചീന്ദ്രം ക്ഷേത്രത്തിന് സമീപമുള്ള പൊതുവഴിയിലൂടെ അവർണർക്കും സഞ്ചാര സ്വാതന്ത്ര്യം അനുവദിച്ചു കിട്ടുന്നതിന് വേണ്ടിയുള്ള സമരമായിരുന്നു ശുചീന്ദ്രം സത്യാഗ്രഹം. ഇത് 1926 ഫെബ്രുവരി 19 ആരംഭിച്ചത്. അപ്പോൾ വൈക്കം സത്യാഗ്രഹത്തിന് ശേഷം സഞ്ചാര സ്വാതന്ത്ര്യത്തിനായി ദക്ഷിണ തിരുവിതാംകൂറിൽ നടന്ന സമരമാണ് ശുചീന്ദ്രം സത്യാഗ്രഹം. ആരൊക്കെയാണ് ലീഡേഴ്സ്? എം.ഇ. നായിഡു, പെരുമാൾ പണിക്കർ, താണുമലയ പെരുമാൾ, ഗാന്ധിദാസ് എന്നിവരായിരുന്നു ഇതിലെ പ്രധാനപ്പെട്ട ലീഡേഴ്സ്. ഇതിൽ ചോദിക്കാവുന്ന ഒന്നുകിൽ വർഷം ചോദിക്കും, പിന്നെ ആരൊക്കെയായിരുന്നു ഈ ഇതിൽ അംഗങ്ങളായിരുന്നത് അല്ലെങ്കിൽ അംഗമല്ലാതിരുന്നത് എന്ന് പറഞ്ഞിട്ട് ചോദിക്കും. അപ്പം ഇത്രയേ ഉള്ളൂ ശുചീന്ദ്രം സത്യാഗ്രഹം പഠിക്കാൻ. നമുക്ക് അടുത്തൊരു റിവോൾട്ടും കൂടെ നോക്കാം. അടുത്തത് കേരളത്തിലെ ക്വിറ്റ് ഇന്ത്യ പ്രക്ഷോഭം. കേരളത്തിലെ ക്വിറ്റ് ഇന്ത്യ പ്രക്ഷോഭം കൊച്ചിയിലും മലബാറിലും ആരംഭിച്ചത് 1942 കേരളത്തിലെ ക്വിറ്റ് ഇന്ത്യ പ്രക്ഷോഭം കൊച്ചിയിലും മലബാറിലും ആരംഭിച്ചെന്നാണ് 1942 മലബാറിൽ ക്വിറ്റ് ഇന്ത്യ പ്രക്ഷോഭം അറിയപ്പെട്ടത് കീഴരിയൂർ ബോംബ് കേസ് എന്ന പേരിലാണ്. അപ്പോൾ മലബാറിലെ ക്വിറ്റ് ഇന്ത്യ പ്രക്ഷോഭം എന്തായി? കീഴരിയൂർ ബോംബ് കേസായി. ഗാന്ധിജിയുടെ ആഹ്വാനങ്ങൾ ഉൾക്കൊണ്ട് ഇൻസ്പയർഡ് ആയിട്ടുള്ള അമേരിക്കയിൽ നിന്നൊരു വ്യക്തി വന്നു, ഒരു ഡോക്ടറാണ്, ഡോക്ടർ കെ.ബി. മേനോൻ. അപ്പോൾ അമേരിക്കയിൽ നിന്ന് വന്ന സോഷ്യലിസ്റ്റാണ് ഡോക്ടർ കെ.ബി. മേനോൻ. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടാൻ കുറച്ച് പേര് ഒത്തുകൂടി കോഴിക്കോട് ജില്ലയിലെ കീഴരിയൂരിൽ വന്ന ഒരു വീട്ടിൽ ഒത്തുകൂടി അവിടെ ബോംബ് നിർമ്മാണം ആരംഭിച്ചു. എന്നിട്ട് ആളുകൾക്കൊന്നും അപായമില്ലാത്ത രീതിയിൽ ബ്രിട്ടീഷുകാരെ ഞെട്ടിക്കാൻ വേണ്ടി അവരുടെയായിട്ട് ബോംബ് വയ്ക്കാനായിട്ട് തീരുമാനിച്ചത്. അപ്പം അതിന് വേണ്ടിയിട്ട് അവർ ഒരു ഡേറ്റ് ഫിക്സ് ചെയ്തു. ഇന്ന ഡേറ്റിൽ നമുക്ക് ബോംബ് പൊട്ടിക്കാം, പല സ്ഥലങ്ങളിലും ആളുകൾക്ക് അപായമൊന്നും ഉണ്ടാക്കാതെ എന്ന് കരുതിയിട്ട് അവർ ഡേറ്റ് ഫിക്സ് ചെയ്തു. ആ ഡേറ്റാണ് നവംബർ 9. അത് വിധ്വംസക ദിനമായിട്ട് ആചരിക്കാനാണ് ഇവർ തീരുമാനിച്ചത്. അപ്പോൾ കലാപകാരികൾ വിധ്വംസക ദിനമായിട്ട് ആചരിക്കാൻ തീരുമാനിച്ചത് 1942 നവംബർ 9 ആയിരുന്നു.
പക്ഷെ അന്നേക്ക് ബോംബ് നിർമ്മാണം പൂർത്തിയായില്ല. അത് പൂർത്തിയായത് നവംബർ 17 കൂടിയാണ്. 17-നാണ് കലാപകാരികൾ പല സ്ഥലങ്ങളിലായിട്ട് ബോംബ് വെച്ചത്. അപ്പോൾ അങ്ങനെ നവംബർ 17-ന് കലാപകാരികൾ ബോംബ് വെച്ചു. അതിൽ 27 പേരോളം അറസ്റ്റിലായി, 13 പേർ ആജീവനാന്ത തടങ്കലായി. ഒത്തിരി പേരുണ്ട്. അല്ല, പേരുകൾ നമുക്ക് പഠിക്കാനായിട്ട് റാങ്ക് ഫയലുകൾ പറയുന്ന പേര് മാത്രം ഞാനിപ്പോൾ പറയുള്ളൂ. ഏറ്റവും പ്രധാനം PSC ചോദിക്കാൻ ഡോക്ടർ KB മേനോൻ. മറ്റൊരാളുടെ പേര് കുഞ്ഞിരാമക്കിടാവ്. ഇനിയുണ്ട് ആ വ്യക്തികളുണ്ട്. അപ്പം ഞാൻ അതിലേക്ക് കടക്കണില്ല, ചോദിക്കാവുന്ന പോയിന്റുകൾ മാത്രമേ പറയുന്നുള്ളൂ. അപ്പോൾ 1942 നവംബർ 9 വിധ്വംസക ദിനമായിട്ട് ആചരിക്കാനായിട്ട് ഇവര് കലാപകാരികൾ തീരുമാനിച്ചു. അന്ന് ബോംബ് പൊട്ടിക്കാൻ തീരുമാനിച്ചു. പക്ഷെ ബോംബ് നിർമ്മാണം പൂർത്തിയാവാത്തത് കൊണ്ട് നവംബർ 17-നാണ് ബോംബ് പൊട്ടിച്ചത്. കീഴരിയൂർ ബോംബ് കേസ് നടന്ന 1942 നവംബർ 17-നാണ് നടന്നത്. ആരായിരുന്നു ഈ കേസിന്റെ ബുദ്ധി കേന്ദ്രം? KB മേനോനായിരുന്നു ബുദ്ധി കേന്ദ്രം. അപ്പോൾ കീഴരിയൂർ ബോംബ് കേസിന്റെ ബുദ്ധി കേന്ദ്രം ഡോക്ടർ KB മേനോനായിരുന്നു. 27 പേരാണ് അറസ്റ്റിലായത്, 13 പേർ ആജീവനാന്ത തടങ്കലിലായി. അപ്പോൾ പ്രധാനികൾ ഡോക്ടർ KB മേനോൻ, കുഞ്ഞിരാമക്കിടാവ്. ദെൻ ഈ കേസുമായി ബന്ധപ്പെട്ടിട്ട് സുഭാഷ് ചന്ദ്രബോസിൽ നിന്ന് കത്ത് ലഭിച്ച വ്യക്തിയാണ് ഡോക്ടർ KB മേനോൻ. കീഴരിയൂർ ബോംബ് കേസുമായി ബന്ധപ്പെട്ട് സുഭാഷ് ചന്ദ്രബോസിൽ നിന്ന് കത്ത് ലഭിച്ച വ്യക്തി ആരാണ്? ഡോക്ടർ KB മേനോൻ. ദെൻ ഈ കേസുമായി ബന്ധപ്പെട്ട് ഇരുമ്പഴിക്കുള്ളിൽ എന്ന ഗ്രന്ഥം രചിച്ചത് VA കേശവൻ നായർ. ഈ കേസുമായി ബന്ധപ്പെട്ട് ഇരുമ്പഴിക്കുള്ളിൽ എന്ന ഗ്രന്ഥം രചിച്ചതാരാണ്? VA കേശവൻ നായർ. ഓക്കെ, അപ്പോൾ നമ്മൾ എന്താ പറഞ്ഞേ? കൊച്ചിയിലും മലബാറിലും ക്വിറ്റ് ഇന്ത്യ പ്രക്ഷോഭം ആരംഭിച്ചത് 1942 ക്വിറ്റ് ഇന്ത്യ പ്രക്ഷോഭമേ. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഇവിടെ 1942 ക്വിറ്റ് ഇന്ത്യ പ്രക്ഷോഭം ആരംഭിച്ചു. അപ്പോൾ മലബാർ ക്വിറ്റ് ഇന്ത്യ പ്രക്ഷോഭം അറിയപ്പെട്ടിരുന്നത് എന്താണ്? എങ്ങനെയാണ് അത് അവിടെ എല്ലാവരും അറിഞ്ഞത്? കീഴരിയൂർ ബോംബ് കേസാണ്. അതെന്നാണ് അവർ ബോംബിടാൻ തീരുമാനിച്ചത്? നവംബർ 9. അത് എന്ത് ദിനമായിട്ട് ആചരിക്കാനും തീരുമാനിച്ചത്? വിധ്വംസക ദിനമായിട്ട് ആചരിക്കാൻ തീരുമാനിച്ചത്. പക്ഷെ ബോംബ് നിർമ്മാണം പൂർത്തിയാക്കാത്തതുകൊണ്ട് നവംബർ 17-നാണ് ബോംബ് പൊട്ടിച്ചത്. ആരായിരുന്നു ബുദ്ധി കേന്ദ്രം? ഡോക്ടർ KB മേനോനായിരുന്നു. അറസ്റ്റിലായത് 27 പേരാണ്, ആജീവനാന്ത തടങ്കലിലായത് 13 പേരാണ്. അതിൽ പ്രധാനികൾ ഈ 2 പേരാണ്, ഡോക്ടർ KB മേനോനും കുഞ്ഞിരാമക്കിടാവും. ഇതുമായി ബന്ധപ്പെട്ട് ഇരുമ്പഴിക്കുള്ളിൽ എന്ന ഗ്രന്ഥം രചിച്ചത്, ഈ കേസുമായി ബന്ധപ്പെട്ട് ഇരുമ്പഴിക്കുള്ളിൽ എന്ന ഗ്രന്ഥം രചിച്ചത് VA കേശവൻ നായരാണ്. ഓക്കെ, ദെൻ കീഴരിയൂർ ബോംബ് കേസുമായി ബന്ധപ്പെട്ട് സുഭാഷ് ചന്ദ്രബോസിൽ നിന്ന് കത്ത് ലഭിച്ച വ്യക്തി ആരാണ്? ഡോക്ടർ KB മേനോൻ. ദെൻ കോഴിക്കോട് ജില്ലയിലെ ക്വിറ്റ് ഇന്ത്യ സമരാനുകൂലികൾ, ഈ ക്വിറ്റ് ഇന്ത്യ പ്രക്ഷോഭത്തോടനുബന്ധിച്ച് സമരാനുകൂലികൾ രഹസ്യമായി പുറത്തിറക്കിയ പത്രികയാണ് സ്വതന്ത്ര ഭാരതം. അപ്പോൾ ക്വിറ്റ് ഇന്ത്യ സമരാനുകൂലികൾ രഹസ്യമായി പ്രസിദ്ധീകരിച്ച പത്രിക എന്താണ്? സ്വതന്ത്ര ഭാരതം. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇതൊക്കെ. ഡോക്ടർ KB മേനോൻ, അദ്ദേഹത്തെ കുറിച്ച് PSC ചോദിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കഴിഞ്ഞ വർഷം തൊട്ട് മുന്നത്തെ വർഷമാണെന്ന് അറിയില്ല, താഴെ പറയുന്നത് കീഴരിയൂർ ബോംബ് കേസ് ഏത് സംഭവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? അപ്പോൾ അത് ക്വിറ്റ് ഇന്ത്യ പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ടിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ അവിടെ മലബാർ റിവോൾട്ടൊക്കെ ഉണ്ടാവും. നമ്മൾ കോഴിക്കോട് ജില്ലയിലായതുകൊണ്ട് നമ്മളത് അങ്ങനെ മലബാർ റിവോൾട്ടൊന്നും തെറ്റിച്ച് എഴുതരുത്. ക്വിറ്റ് ഇന്ത്യ പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ടതാണ്. അപ്പോൾ ഇതൊക്കെയാണ്. അപ്പോൾ ആരാണ്? 1942 നവംബർ 9 വിധ്വംസക ദിനം. നവംബർ 17-നാണ് ബോംബ് പൊട്ടിച്ചത്. KB മേനോന്റെ പേര് ഓർത്തിരിക്കാം. പിന്നെ ഇരുമ്പഴിക്കുള്ളിൽ എന്ന ഗ്രന്ഥം രചിച്ചത് ആരാണ്? VA കേശവൻ നായരാണ്. കോഴിക്കോട് നിന്ന് പ്രസിദ്ധീകരിച്ച രഹസ്യ പത്രികയുടെ പേര് സമരാനുകൂലികൾ സ്വതന്ത്ര ഭാരതം. അപ്പോൾ നമ്മൾ 2 റിവോൾട്ട് പഠിച്ചു. ഒന്ന് ശുചീന്ദ്രം സത്യാഗ്രഹവും ദെൻ കേരളത്തിലെ ക്വിറ്റ് ഇന്ത്യ പ്രക്ഷോഭവും. അതിന് മുൻപ് കണ്ണൂർ ജില്ല നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. കണ്ണൂർ ജില്ലയിൽ കുറേ പോയിന്റുകൾ ഉണ്ടായിരുന്നു. അതൊക്കെ കംപ്ലീറ്റ് ചെയ്തു. എല്ലാം നന്നായി പഠിക്കാം. അടുത്ത ക്ലാസ് കാണാം.